ഹായ് അമ്പു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. ഇന്ന് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താ അറിയോ? ഉരുളൻകിഴങ്ങ്, ക്യാബേജ് ഇതും കൊണ്ടൊരു ഉപ്പേരിയാണ്. അതായത് ചതച്ച മുളക്, സബോള, പച്ചമുളക്, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത്, കറിവേപ്പില, കടുക്, മഞ്ഞൾ, ഉപ്പ്, ഇതൊക്കെ തന്നെ. പിന്നെ ഈ അമ്പു ഞാനോ അല്ല, അമ്മ ഉണ്ടല്ലോ, അമ്മ ഉണ്ടായാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് അമ്മ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ ഇരിക്കട്ടെ പാവ, അമ്മക്ക് ഈ ശുദ്ധം എന്ന് പറയണത്തിൽ കൂടുതലായി പോയിട്ട്. അപ്പോൾ എണ്ണ ചൂടാറിയ നമുക്കതിൽ ആദ്യം ഇത്തിരി കടുകിട്ട് കൊടുക്കാം. അമ്മ ഈ പറഞ്ഞു വരുന്നില്ലേ, എത്ര ഞാൻ കളിയാക്കിയാലും ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ അറിയോ? ജയിച്ചവരിൽ നിന്ന് അറിവ് നേടണം, തോറ്റ വ്യക്തികളിൽ നിന്നും അനുഭവം നേടണം എന്ന് പറയും. എന്ന് വെച്ചാ നമ്മളൊക്കെ എന്തോ കാണിക്കാണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞ കൊല്ലു ഞാൻ വന്നിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ടല്ലേ ഇതിടാൻ പറ്റൂ. അതിലേക്ക് സബോള ഇട്ടു. അതൊപ്പം തന്നെ പച്ചമുളക് ഇട്ടു. എന്താ പാട്ട് പാടണമ്മ? ഒപ്പം പാട്ടൊക്കെ പാടാമല്ലോ. പിന്നെ കറിവേപ്പില ഇട്ടു. നമുക്ക് എത്ര വേണമെങ്കിലും ഇടാമോ? മരത്തിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നേക്കാം. അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഒപ്പം ഇതായിപ്പോയി. അതാണ് ഇതിന് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം ഒരുമിച്ചാവും. ഇതിന് വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. അത് ഇതിൽ മാത്രമല്ല, എന്തിന് ഏതിന് ആര് ഒരുപാട് മൂപ്പിക്കരുത്, ദേഷ്യം വരും. ഇതെന്തറിയോ, ഇതൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ വേവിക്കുന്ന സാധനങ്ങളല്ലേ. എൻ്റെ ബംഗാളി അമ്മ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഏതൊരു വ്യക്തി എൻ്റെ ബംഗാളി എന്താ അല്ല, നമ്മുടെ ഇന്ത്യയിലുള്ളവല്ലേ ബംഗാളൊക്കെ. ഇതിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ബംഗാളി വേണ്ട, കേരളം മതി, കർണാടകയും വേണ്ട. അതിനെന്താണ് ഒരു ബംഗാളി മറാഠി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തത്ര വലിയ തെറ്റ്? ഞാൻ ഉദ്ദേശിച്ച മൂപ്പിക്കേണ്ടാവുന്നത് എന്താ അറിയോ? ഒരു വ്യക്തിയെ, വെറുതെ ഇരിക്കുന്ന വ്യക്തിയെ കുത്തി നോവിക്കുക പറയില്ലേ, അതിൻ്റെ വേറൊരു വെർഷനാണ് ഈ മൂപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആരും നമ്മളങ്ങനെ മൂപ്പിക്കരുത്. ഈ ചെക്കൻ എന്താ ചെയ്യുന്നത്? എന്നെ ഭീഷണിപ്പെടുത്താൻ വെച്ചാണ് അവൻ. എന്നെ മൂപ്പിക്കണ്ട എന്നാണോ എന്നോട് പറയണത്? അതാണ് നമ്മുടെ മുഖത്തൊരു ഭാവം. ചിന്തിക്കണമ്മ. ക്യാബേജ് പെട്ടെന്നാണ്, ഉരുളക്കിഴങ്ങിന് ഒരു ലേശം വേവുണ്ടല്ലോ. അപ്പോൾ അതവിടെ നിന്നോട്ടെ, അടച്ചു വെക്കിൻ്റെത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഞാൻ ചോദിച്ചാൽ എന്താ, നമ്മൾ ഒരു പഴഞ്ചൊല്ല് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ജയിച്ച വ്യക്തികളുണ്ടാവുമല്ലോ, അവരിൽ നിന്നും അറിവ് നേടുക, തോറ്റ വ്യക്തികളിൽ നിന്നും അനുഭവം നേടുക. ഇത് രണ്ടും ഈ ലോകത്ത് ജീവിക്കാൻ അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ കാരണന്മാരൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുട്ടി ജനിക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിച്ച് ഭൂമിയിൽ വന്ന് നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് മാത്രം കണ്ണ് തുറക്കുള്ളൂ. അതിന് ദൈവത്തിൻ്റെ ഒരു തത്വമുണ്ട്. എന്താണെന്നറിയാം അമ്മയ്ക്ക്? ദൈവം നമ്മുടെ എന്ന വ്യക്തിയെ അതെന്താ ഇടാൻ പോകണം. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് വേണ്ട, പാകത്തിനുള്ള ഉപ്പിട്ട് വെക്കും. കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്രീൻ പീസും കൂടി ഇട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്സഡ്
മിൽക്ക് പുരട്ടിയാണല്ലേ? മിക്സ്ഡ് ബേസ്മെൻറ്റ്. ഓ നല്ല പേര്. അതാണ് ഇത് കറക്റ്റ്. മിക്സഡ് മിൽക്ക് പുരട്ടി. അപ്പോൾ പേരാക്കി അമ്മ. പക്ഷേ അമ്മയുടെ ഓരോ കണ്ടുപിടുത്തു അതിന് എൻ്റെ ഒരു പേര് വെച്ചത് എൻ്റെ ഭഗവാനെ. ഇപ്പൊ കണ്ടില്ലേ ഒരു കുഞ്ഞിൻ്റെ പേര് വരുമ്പോൾ നമ്മൾ പേര് വെക്കലും കഴിക്കും, 28 കഴിക്കും. ഇനിയിപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് വരാം. ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? അങ്ങനെയൊക്കെ പറയുമല്ലോ. ഒരു കുട്ടി ജനിക്കുകയാണ്. കുട്ടി ജനിക്കുമ്പോൾ ഒരിക്കലും കണ്ണ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ജനിച്ച് വരുന്നില്ല. വന്ന് ഭൂമിയിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കണ്ണ് തുറക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കുട്ടിക്ക് കണ്ണ് കാണുന്നുണ്ടോ, ചെവി കേൾക്കുന്നുണ്ടോ, ശബ്ദം ശരിയാണോ, ഇതൊക്കെ മനസ്സിലാവണത് ആ കുട്ടി ഭൂമിയിലേക്ക് വന്ന് ഏതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ അതൊരു പരീക്ഷണം നമുക്കറിയൂ. എന്തുകൊണ്ട് വയറ്റിനുള്ളിൽ തന്നെ കുട്ടി വിളിച്ചിട്ട് അമ്മ എന്താ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കഴിക്കേണ്ട അമ്മ, എനിക്ക് ഇഷ്ടമില്ല എന്ന് എന്താ ഒരു കുട്ടി പറയാത്തത്? കാരണം ഈ ഭൂമിയിലേക്ക് നമ്മളെന്ന ആത്മാവിനെ ശരീരമെന്ന കുപ്പായമണിയിച്ച് ഇങ്ങോട്ട് അയക്കണത് എന്തിനാണെന്നറിയോ അമ്മയ്ക്ക്? ഈ ഭൂമിയിൽ നിന്നും പഠിച്ചും മനസ്സിലാക്കിയും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവനും എൻ്റേന്ന് വിശ്വസിച്ച് എൻ്റെ അല്ലാതാവുന്ന നിമിഷവും, ജീവിതകാലം മുഴുവനും എൻ്റെ അല്ല, ഒരിക്കലും എൻ്റെ ആവില്ല എന്ന് വിശ്വസിച്ച ചിലതൊക്കെ നമ്മുടെ ആവുന്ന നിമിഷവും ജീവിതം പഠിപ്പിക്കുന്ന ഓരോ പുതിയ പാഠങ്ങളാണ്. ജ്ഞാനം, അജ്ഞാനം, ജ്ഞാനെന്ന അഹംഭാവം. എനിക്ക് ജ്ഞാനമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ജ്ഞാനം ഒന്നുമല്ല, ഞാൻ ഇനി അജ്ഞാനത്തിലാണ്, ഞാൻ ഇനി പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് അറിയിക്കാനൊരു വ്യക്തി, തന്നെക്കാട്ടിലും ജ്ഞാനൊരു വ്യക്തി തന്നെ മുമ്പത്ത് പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ ഞാൻ ഒന്നും അല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളുടെ മുമ്പത്ത് നീ മഹത്തായ ഒരു വ്യക്തിയാണ്, നിന്നിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുന്നു, ജ്ഞാനത്തിൻ്റെ നിറകുടമാണെന്ന് ലോകം വിളിച്ചു പറയാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നു. ഇവിടുന്ന് നീ പഠിക്കുക, മനസ്സിലാക്കുക, തിരിച്ച് മക്കളെ എൻ്റെ അടുത്ത് വരിക, അവിടുന്ന് പഠിക്കാത്തതിൻ്റെ ബാക്കി ചരിത്രങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു പഠനശാലയാണ് ഭൂമി. അതിനുവേണ്ടി ഓരോ ജന്മങ്ങളും ഇവിടെ ജന്മമെടുക്കുന്നത് വിദ്യാർത്ഥികളായിട്ടാണ്. അപ്പോൾ ഓരോ മനുഷ്യരും, ഓരോ മൃഗങ്ങളും, ഓരോ പക്ഷികളും, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചമെന്ന പാഠശാലയുടെ വെറും വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇതിനോട് അനുഭവമാണല്ലോ ഗുരു. അങ്ങനെയാണെങ്കിൽ എന്നേക്കാളിലും കൂടുതൽ അനുഭവിച്ച എൻ്റെ അമ്മയാണല്ലോ എൻ്റെ ഗുരു, അല്ലേ? അപ്പോൾ അമ്മയാണല്ലോ ആദ്യ ഗുരു ലോകത്ത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അനുഭവമാണ് ഗുരു എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ അനുസരിച്ച് ഒരു കഥയാവട്ടെ. കഥ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറയാം. അതായത് ഒരു ഗുരു, ആ ഗുരുവിനോട് ഒരു ആ ഗുരുവിനോട് ശിഷ്യൻ വന്ന് ചോദിക്കുകയാണ്, എന്താണെന്നറിയോ, ഗുരുവേ നിങ്ങൾ എൻ്റെ ഗുരുവാണ്, പക്ഷെ നിങ്ങളുടെ ഗുരു ആരാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു നോക്കിയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, ഗുരു എന്താ മാവിന്റെ മുകളിൽ കേട്ടോ നോക്കണത്? അല്ല, ശിഷ്യന്റെ മുഖത്തേക്ക്. ഞാൻ ശിഷ്യൻ അത്ര കൈറ്റാണോ? മുഖത്തേക്ക് നോക്കി. അതുപോലെ മതി. ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് അനേകം ഗുരുക്കളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 3 പേരുടെ കഥ നമുക്ക് പറയാം. എൻ്റെ ആദ്യ ഗുരുക്കളായി 3 പേരുടെ കഥ പറയാം. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, എന്നാലും 3 പേരുടെ കഥ ഞാൻ പറയാം, അനുഭവം പറയാമെന്ന്. അങ്ങനെ ആദ്യം ഞാൻ സന്യാസമൊക്കെ സ്വീകരിച്ച് ഒരു ജ്ഞാനിയാണെന്നുള്ള ഒരു ചെറിയ അഹമൊക്കെ എനിക്കുള്ള ഒരു സമയം സ്വാഭാവികം. ഇപ്പം അമ്മേനെ 10 പേര് സുന്ദരിയാണ് പറഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ ഒരു തോന്നൽ വരും, എനിക്ക് ഇത്ര സൗന്ദര്യം കൂടുതലാണ്, ഞാൻ ഭയങ്കര സൗന്ദര്യവതിയാണെന്ന് തോന്നിട്ട് അമ്മയുടെ ഉള്ളിലൊരു അഹങ്കാരം വരും. അമ്മ അങ്ങനെ ഞാനിപ്പോൾ ആ ക്യാബേജിനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരാൾ എതിരിലുള്ള ആളിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ആരുടെയെങ്കിലും പേര് പോയി പറഞ്ഞാൽ അവർക്ക് വിഷമാവില്ലമ്മ, ഇത് എൻ്റെ അമ്മയല്ലേ, എല്ലാം സഹിച്ചോളൂ. അങ്ങനെ ഞാൻ വരുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ നടന്നു വരികയാണ്. ആ സമയത്ത് ഒരു കുട്ടി, ഒരു 7 വയസ്സുള്ള ഒരു ബാലകൻ. അതെന്താ കുട്ടി 7 വയസ്സെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുന്നോ? ഏകദേശം 7 വയസ്സ് തോന്നുന്നൊരു കുട്ടി കാഴ്ചയില്. ചിലപ്പോ ഉയരം കുറവുള്ള കുട്ടിയായിരിക്കും, ചിലപ്പോ 10-50 വയസ്സുണ്ടാവായിരിക്കും. ഇല്ല, പറയാൻ പാടില്ല. അല്ലെങ്കിലേ തെറ്റിപ്പോവും. അതാണ് ഞാൻ ബംഗാളി മലയാളി എന്ന് വിളിക്കുന്നത്. അപ്പോ ആ കുട്ടി 7 വയസ്സുള്ള കുട്ടി ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോവാണ്. മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണോ അമ്പലത്തിൽ പോവാ? അങ്ങനെയാണ് ആ കഥയിലുള്ളത്. ഓ, വെളിച്ചം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ചൂട്ടൊക്കെ കത്തിച്ച് പോയപ്പോലെ മണ്ണെണ്ണ ചിമ്മിണി വിളക്ക് പിടിച്ചിട്ട് അല്ല, പോട്ടെ, മെഴുകുതിരി തന്നെ ആയിക്കോട്ടെ. പള്ളിയിലേക്ക് ആയിരിക്കും പോകണ്ടാവുക. ആയിക്കോട്ടെ, ശരി. അപ്പോ പോവുകയാണ്. അപ്പൊ ആ കുട്ടിയെ കണ്ടതും
വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാങ്ങുന്നു. അപ്പോൾ ഇന്നലെ ഒരു കാഡ്ബറി ചോക്ലേറ്റ് എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ ഈ കഥ പറയുമ്പോൾ എനിക്ക് എല്ലാം മറന്നു. നിനക്ക് സന്യാസിമാരുടെ കാലത്ത് അവിടെ കാഡ്ബറീസ് ഉണ്ടാവില്ല. ആ ഓക്കെ. ഇല്ല പറയാം, അങ്ങനെ പറയരുത്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ കഥ പറയണത്. പിന്നെ നീ എന്തിനങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് മറന്നുപോയില്ലേ? മറന്നുപോകും. അപ്പൊ പറയൂ മോനിവിടെ വാന്ന് പറയും. എങ്ങനെ ഈ നരേന്ദ്രപ്രസാദ് ആക്കും പോലെ ഇങ്ങനെ കൈ കൊണ്ട് മോനിവിടെ വാ, പേടിച്ചു പോകും കുട്ടിയോട്. തരൂട്ടോ. അപ്പൊ വിളിച്ചു, കുട്ടി അടുത്ത് വന്നു. അപ്പൊ ഇത് മോൻ വീട്ടിൽ നിന്ന് കത്തിച്ചതാണല്ലേ, ആദ്യം ഇത് ഇതിന് നാളുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അത് ഞാൻ കത്തിച്ചതാണെന്ന് പറയും. അപ്പൊ ഈ നാളെ എവിടുന്നാ വന്നെന്ന് കുട്ടിക്ക് മോൻ അറിയില്ല. തീ നാളെ എവിടുന്നാ വന്നു, തീ എവിടുന്നാ വന്ന്, ഇത് നീ കത്തിച്ചു, പക്ഷെ ഈ നാളെ എവിടുന്നാ വന്നതെന്നുള്ളത് നിനക്ക് അറിയുമോന്ന്, ഈ നാളെ എവിടുന്നാ വന്നതെന്ന് അറിയുമെന്ന് വെച്ചപ്പോ ഈ കുട്ടി ഗുരുവിന്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി, എന്നിട്ട് ഊതിയിട്ട് ഗുരുവേ ഇത് എവിടേക്കാ പോയി തിരുനാളെന്ന് നിങ്ങൾക്ക് അറിയുമോ? എന്റെ ദൈവമേ, നല്ല കുട്ടി. അപ്പൊ പാടാനുള്ള സ്തബ്ധനായി നിന്നു. അത് ശരി, ഞാൻ എന്തോ ഒരു അഹങ്കാരത്തില് ഭയങ്കര ജ്ഞാനിയാണെന്ന് വിചാരിച്ചു. തീ എവിടുന്ന് വന്നു ചോദിച്ചപ്പോ കുട്ടി ആ തീ ഊതിയിട്ട് പറഞ്ഞു ഇത് എവിടേക്ക് പോയി. അപ്പൊ ഇത് എവിടുന്ന് വന്നു എന്നും അറിയില്ല, എവിടേക്ക് പോയി എന്നും അറിയില്ല. നീ എവിടത്തെ സിദ്ധനാണ്, എവിടത്തെ ജ്ഞാനിയാണെന്ന് കുട്ടി എല്ലാം മറുപടി കൊടുത്തു. ചാച്ചമുളകും കൂടി ഇത് വിട്ടിട്ട് നമുക്ക് അടുത്തത് വെക്കാം കേട്ടോ. അപ്പൊ ഈ കുട്ടി അത് ചോദിച്ചില്ലേ, ചോദിച്ചതും ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടിയോട് ഞാൻ എന്താന്ന് പറഞ്ഞാൽ ആൾക്ക് ഒരു ഇതാവും. സ്വയം ജ്ഞാനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും അങ്ങനെ അഹങ്കരിക്കരുത്. എന്നിട്ട് പോയിട്ട് അത്ര ജ്ഞാനിയായ ഒരാൾ ഈ ചെറിയ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുചോദ്യത്തിലൂടെ അതിന് മറുപടി കണ്ടു. ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നുള്ളത്, അല്ലെങ്കിൽ അടുത്ത ചോദ്യം വരുന്നുണ്ട്. അവിടുന്ന് തല കുരിച്ചിട്ട് ആള് വേഗം നടന്നു. അങ്ങനെ കുറേ ദൂരങ്ങൾ നടന്നപ്പോൾ അവിടെ ഒരു തടാകത്തിൻ്റെ അടുത്ത് ഒരു നായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ തലയിടുക, തല മാറ്റുക, തലയിടുക, തല മാറ്റുക. അത് കണ്ടപ്പോൾ ആ ഗുരു അതെന്നെ നോക്കിയിരുന്നു, സന്യാസി ഇങ്ങനെ നോക്കിയിരുന്നു. എന്താ ഈ നായ കാട്ടണം, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ വെള്ളം കുടിക്കാത്തത്, എന്താണ് എന്തിനോ കണ്ട് പേടിച്ച പോലെ ആക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. ഇതൊരു 10-15 പ്രാവശ്യം ഇതന്നെ ചെയ്യുക, തല ഇങ്ങനെ തടാകത്തിലേക്ക് കൊണ്ടുപോവുക, മാറ്റുക. അതിനാണെങ്കിൽ അത്രയ്ക്ക് ദാഹത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിഭ്രമം കണ്ടാൽ മനസ്സിലാവുന്നു. അങ്ങനെ ഇവർ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നായ ഒരു കുറച്ചടി പിന്നാക്കം അങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ ചാട്ടം തടാകത്തിലേക്ക്. എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് ഭയങ്കര ധൈര്യശാലിയായിട്ട് കിടന്നു. എന്താ പറഞ്ഞാൽ അപ്പം അതിൻ്റെ പ്രതിബിംബം അവിടെ കണ്ടില്ല. അപ്പം കണ്ടത് പ്രതിബിംബമായിരുന്നു. വെള്ളം അനങ്ങാണ്ട് കിടക്കുമ്പോൾ ഈ നായയുടെ പ്രതിബിംബം അവിടെ കണ്ടപ്പോൾ അത് എന്തോ ആണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് വെള്ളം കുടിക്കാൻ പേടിച്ചിട്ട് പിന്നാക്കം വന്നു. പിന്നെ ഇതിന് ഞാൻ എന്തായാലും വേണ്ടില്ല, ഈ വെള്ളം ഞാൻ കുടിച്ചേ തീരൂ, എനിക്കിത് എന്തെങ്കിലും ചെയ്യണം, എന്തായാലും ഞാൻ ഈ ധൈര്യത്തോടെ ഇതിന് മുന്നേറണം എന്നുള്ള രീതിയിൽ അത് ഒരു കുറച്ച് പിന്നാക്കം വന്നിട്ട് ഒരൊറ്റ ചാട്ടം രണ്ടും കൽപ്പിച്ച്. അപ്പം ആ വെള്ളം കലങ്ങിയപ്പോൾ പ്രതിബിംബം കാണില്ലല്ലോ, അത് വെള്ളം കുടിച്ച് അതിൻ്റെ പാട്ടിൽ പോയി. അപ്പോൾ ഗുരുവിന് രണ്ടാമത്തെ നായ ഒരു ഗുരുവായി. കാരണം താൻ നിശ്ചയദാർഢ്യത്തോടെ എനിക്കിത് ചെയ്തേ തീരൂ എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പേടിക്കാതെ, ഭയം അത് നല്ലതല്ല. അത്യാവശ്യത്തിനുള്ള പേടി വേണം, പക്ഷെ ആ അനാവശ്യമായിട്ടുള്ള പേടി ഒന്നിനും നല്ലതല്ല എന്നുള്ളത് അങ്ങനെയുള്ള പാഠങ്ങൾ. ഭയത്തെ മറികടന്നാൽ മാത്രമാണ് വിജയത്തിലേക്ക് എത്തുന്നുള്ള പാഠം ഒരു നായയിൽ നിന്ന് ആ ഗുരുവിന് മനസ്സിലാക്കി. അപ്പൊ ഈ ഗുരു എങ്ങനെ ഗുരുവായെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുട്ടിയുടെ നമ്പർത്തും തോറ്റു, നായയുടെ നമ്പർത്തും തോറ്റു. അനുഭവം എല്ലാത്തിനും ഉണ്ട്, പ്രാണികളായാലും ചെറിയ മനുഷ്യരായാലും. അങ്ങനെ പിന്നെയും കുറേ ദൂരങ്ങൾ നടക്കുമ്പോൾ ഒരാള് വാതിലിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ നിങ്ങളുടെ വിചാരം എന്താ, ആശാരി പണിയെടുക്കുകയാണ്, വാതിലിന് എന്തോ റിപ്പയർ ചെയ്യണം, അങ്ങനെ അറ്റകുറ്റപ്പണി എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആശാരി നിങ്ങളെ ഈ അമ്പലത്തേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഇയാളെ നോക്കിയിട്ട് അമ്പലത്തേക്കുള്ള വഴി ഈ നേരത്തെ എന്തിനാ അമ്പലത്തിലേക്ക് പോകണമെന്ന് ചോദിക്കുക. അപ്പോൾ എനിക്കവിടെ വിശ്രമിക്കാനാണെന്ന്. രാത്രി നേരത്തെ ഏത് അമ്പലം നിങ്ങൾക്ക് തുറന്നുണ്ടാവുക? അതെ, ഞാൻ ആശാരിയൊന്നുമല്ല, ഒരു കള്ളനാണ് കേട്ടാ. ഞാനിവിടെ കക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാതിൽ തുറക്കുകയാണ്, കുത്തി തുറക്കുകയാണ്, അല്ലാണ്ട് റിപ്പയർ ചെയ്യല്ല. നിങ്ങളെ അങ്ങനെ വേണമെങ്കിൽ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വിശ്രമിച്ചോളൂ. ഞാനൊരു കള്ളനാണ്, എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ
നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളനെങ്കിൽ കള്ള എനിക്ക് വിശ്രമിക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയി അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഈ സന്യാസിക്ക് ഒരു വയ്യായില്ല. അപ്പം പറഞ്ഞു എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഞാനൊരു 3 ദിവസം എൻ്റെ വീട്ടിലുണ്ടാവുന്നു. അതിനെന്താ നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും തങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കള്ളൻ എന്നും രാത്രി ഭഗവാനെ ചെയ്തിട്ട് എനിക്കിന്ന് നല്ല കളവ് ചെയ്യാനുള്ള നല്ല സാഹചര്യം ഒരുക്കി തരണേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം വെറും കൈയോടെ മടങ്ങി വന്നു. 3-ാമത്തെ ദിവസം വെറും കൈയോടെ മടങ്ങി വന്നു. 4-ാമത്തെ ദിവസം ഈ ഗുരുജി ഇനി 4-ാമത്തെ ദിവസം പോവാണല്ലോ, ആ ദിവസമാണ് ഇവർക്ക് എന്തോ കിട്ടി. അപ്പോൾ ഈ ഗുരുജി ആലോചിക്കുക, അവൻ്റെ ആത്മവിശ്വാസം നോക്കി. ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു അവൻ പിന്നെയും നാളെ കിട്ടി പിന്നെയാണ് പോണു. അപ്പം അവൻ്റെ ഒരു ആത്മവിശ്വാസം ഇല്ലേ അത്. പിന്നെ അവൻ്റെ സത്യസന്ധത, അതായത് ഞാൻ കള്ളനാണ് എന്നുള്ള സത്യസന്ധത പറയുകയും ചെയ്തില്ലേ. ഈ രണ്ടും ഇതും ഒരു പാടാണ്. അങ്ങനെ ഈ കള്ളനും ഗുരുവായി. ശരിക്കും പറയണമെന്ന് ആലോചിച്ച് നോക്ക്, ഒരാൾ അവിടെ എന്താ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പലത്തിൻ്റെ വഴി കാണിച്ചു വിഷ്ണം വയ്ക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. ആൾ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണേ എനിക്കെന്നൊക്കെ നുണ പറയായിരുന്നു. പക്ഷെ ഞാനൊരു കള്ളനാണ്, വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഒപ്പം വന്നോളൂ പറഞ്ഞു. പിന്നെ കള്ളന് അവൻ ചെയ്യുന്ന കളവിലാണെങ്കിലും ഇന്ന് തോറ്റാലും നാളെ എനിക്ക് ജയിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം കൊണ്ടും സത്യസന്ധത കൊണ്ടും ആ കള്ളം പോലും ആ ഗുരുവിന് മൂന്നാമത്തെ ഗുരുവായി മാറി അല്ലേ. അപ്പോൾ അങ്ങനെ ഗുരുവായി. അപ്പം പറയും ഇനി എൻ്റെ ആരോഗ്യമൊക്കെ ശരിയായി ഞാൻ പോവുകയാണ്, പക്ഷെ നീ നല്ലവനാണ്, സത്യസന്ധനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്, അങ്ങനെ ചില നല്ല ഗുണങ്ങളൊക്കെ നിനക്കുണ്ട്. പക്ഷെ ഈ കളവ് നിനക്ക് വേണ്ട, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നല്ല ജോലിയൊക്കെ എടുത്ത് ജീവിച്ചൂടെ, ഈ കളവ് ശരിയല്ല. അതുകൊണ്ട് നീ എനിക്ക് അഭയം തന്നതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നില്ല, ഞാൻ രാജാവിനോട് പോയിട്ട് കംപ്ലൈൻറ്റ് പറയും, എന്നിട്ട് നീ അതിനുള്ള ശിക്ഷ എന്താ വെച്ചാൽ അനുഭവിച്ചോളൂ. അങ്ങനെ രാജാവിനോട് സത്യസന്ധനാണ്, ആത്മവിശ്വാസം ഒക്കെ ഉള്ളവനാണ്. കളവ് എന്നുള്ളൊരു ചെറിയൊരു ഗുണം, വേണ്ടാത്തൊരു ഗുണം അവനുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. രാജാവ് എന്താ വെച്ചാൽ തീരുമാനം എടുത്ത് അവന് ചെറിയ ശിക്ഷ കൊടുക്കുകയും ക്ഷമിക്കുകയും എന്താ വെച്ചാൽ ചെയ്തോളൂ, എൻ്റെ കടമ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. രാജാവ് ശിക്ഷ കൊടുത്താലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫോം വന്നൊരു ആശ കിട്ടി. പക്ഷെ എന്തൊരു കഷ്ടമാണ് അത്. നമ്മളൊരു വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് തന്നെ വരണം, വേറെ ഫോണിലേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ദേഷ്യം നമ്മുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് കള്ളം വിളിച്ചു. കള്ളം വന്നപ്പോൾ അവരുടെ സത്യസന്ധമായൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തറിയും, ഇവന് പല ഗുണങ്ങളും നല്ലതാണല്ലോ, അതുകൊണ്ട് ഇവനെ ഒരു പ്രാവശ്യം നമുക്ക് വെറുതെ വിടാം, അവനൊന്ന് നേരാവാൻ, അവൻ പരിവർത്തനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവനൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വന്നിട്ട് രാജാവ് ഒരു ചെറിയൊരു ജീവിതമാർഗത്തിനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്ത് ഇനിമേലെ കക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അപ്പോൾ അവൻ്റെ ചില ഗുണങ്ങളും കൊണ്ട് അവർ നല്ലത് വന്നു അല്ലേ. അപ്പം അങ്ങനെ 3 ഗുരുമാരുടേത് കഥ ഈ ഗുരു ശിഷ്യനോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് പലരിൽ നിന്നും പഠിക്കാനുണ്ട്. നീ പറഞ്ഞില്ലേ നായയിൽ നിന്നും നായ ഗുരുവായി. അതാണ് കാരണം, എത്ര ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ചിലരിൽ നിന്നൊക്കെ നമുക്ക് നന്മകൾ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ ഗുരു തന്നെ പറയണം. അത് നായയാണോ മറ്റു മൃഗങ്ങളാണോ അല്ല വേറെ നമ്മളെക്കാളും താഴ്ന്നവരാണോ, അതൊന്നും നമ്മൾ നോക്കരുത്. അനുഭവങ്ങൾ പഠിക്കാനുണ്ടാവും. ഈ ലോകത്ത് വലിയ വലിയ ആൾക്കാരിൽ നിന്ന് മാത്രം അനുഭവം പഠിക്കുന്നുണ്ടോ? അതില്ല. അനുഭവങ്ങൾ ആരിൽ നിന്നും പഠിക്കുക, അറിവ് ആരിൽ നിന്നും നേടാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം സഞ്ചാരികളാണ്. സഞ്ചരിക്കാൻ വേണ്ടി ആത്മാവ് എടുത്തിട്ട ഒരു വസ്ത്രമാണ് ശരീരം. അപ്പോൾ ഈ ലോകത്ത് ഒരാളും സർവ്വതും തികഞ്ഞൊരു ജ്ഞാനിയുമല്ല, ഒരാളും ഒന്നും അറിയാണ്ട് പോണ അജ്ഞാനിയുമല്ല. എന്തെങ്കിലും ഒരു പാഠം ഇവിടുന്ന് പഠിച്ചിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് ദൈവ സാന്നിധ്യം. അതുകൊണ്ടാണ് ആത്മാവിനെന്നും പരിശുദ്ധാത്മാവെന്ന് വിളിക്കുക. കാരണം ശരീരം മാത്രമേ അശുദ്ധിയാവുള്ളൂ, ആത്മാവ് ഒരിക്കലും അശുദ്ധിയാവുകയില്ല. ആത്മാവ് ദൈവതുല്യമാണ്. അപ്പോൾ ദൈവം അനുഭവങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് ഓരോ ജന്മങ്ങളിലും ഓരോ രൂപങ്ങൾ നൽകി. രൂപങ്ങൾ എന്നാൽ ആത്മാവിന് അണിയാനുള്ള വസ്ത്രങ്ങളാണ്. അവിടെ നമ്മൾ വരും. അപ്പോൾ ഒരു കാരണവശാൽ ഒരു കാലത്തും ഒരിക്കലും മരണം വരെ ഞാനെല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്ത ഒരുവനിലും ഒരു കാലത്തും ഉണ്ടാവരുത്. നമ്മളൊന്നും തികഞ്ഞവരല്ല, നമ്മളെല്ലാം വിദ്യാർത്ഥികൾ മാത്രമാണ്. ഓരോന്നിൽ നിന്നും ഓരോന്നും പഠിക്കാം. ദൈവം ഓരോ സന്ദർഭങ്ങൾ നമുക്ക് തരും. അത് പഠിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ
സർവശക്തനായ ദൈവം അടുത്ത ജന്മത്തെ നമുക്കത് പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ ഭൂമിയിലേക്ക് വിടും. ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞ പോലെ വസ്ത്രം മൂരി വന്നാൽ ആത്മാവ് വീണ്ടും പുനർജന്മം എടുക്കും പറയും പോലെ നശിച്ചു പോയ ശരീരങ്ങളെല്ലാം വസ്ത്രങ്ങൾ മാത്രമാണ്. ആത്മാവിന് മരണമില്ല. ലോക സത്യം എന്നല്ല സത്യം മനസ്സിലാക്കുന്ന കാലം വരെയും പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കുന്ന കാലം വരെയും മനുഷ്യനെന്നും മനുഷ്യൻ്റെ ശരീരം മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. ഒരിക്കലും ആത്മാവ് ആവുകയില്ല. അല്ലേ? അപ്പോൾ എന്നിൽ നിന്നും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അത് അപ്പം വേണ്ടതെന്നില്ല. ഇങ്ങനൊരു ചോദ്യം എന്നാണ് അമ്മ പറയണത്. ക്യാബേജും ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ കൂടിയിട്ട് ഒരു മെഴുക്ക് വരട്ടി. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുന്നു. എന്നിട്ട് പിന്നെ ഇന്നതേ ഉള്ളൂ. പിന്നെ എന്താ മുട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, അത് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്കറിയാമായിരിക്കും ഇതൊക്കെ, എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കണ്ടേ. എന്തായാലും ടേസ്റ്റ് ആയിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ല രുചി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും, ഒരു സംശയമില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ആയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്, അമ്മ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ.